ഞങ്ങളങ്ങനെ രാവിലെ ഏകദേശം ഒരു 6:45 സിംഗപ്പൂരെത്തി. ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായിരുന്നു. അതിനകത്ത് കയറാം. ഇരുന്നു. ഓട്ടോമാറ്റിക് വെൻഡിങ് മെഷീൻസ് ഉണ്ട് ഇവിടെ, മനസ്സിലായോ? ഫുഡ് ഈ കായ ടോസ്റ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂരിലൊരു ഫേമസ് ടോസ്റ്റാണ്. എത്തിയതും ഞങ്ങൾ അറൈവൽ ഹാളിൻ്റെ തൊട്ടടുത്ത് തന്നെ ഡ്രീം സ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് കൊച്ചി ടു സിംഗപ്പൂർ ടു ഹനോയ്. ബിക്കോസ് ഞങ്ങൾ ഹനോയിൽ ആണ് ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത്. കൊച്ചി ടു ഹോച്ചിമിൻ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് വിയറ്റ്ജെറ്റിൻ്റേത്. പക്ഷേ ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസാണ് പ്രിഫർ ചെയ്തത്, കാരണം അത് ഹനോയിലോട്ട് പോകുന്നതുകൊണ്ട്. പിന്നെ സിംഗപ്പൂർ ട്രാൻസിറ്റ് ഒരു 8 അവേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞപ്പം ഒന്ന് സിംഗപ്പൂർ എയർപോർട്ടും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് മെയിൻ റീസൺ സിംഗപ്പൂർ എയർലൈൻസ് എടുക്കാൻ. നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ട്രാൻസിറ്റ് ഏരിയയിൽ തന്നെയാണ് ഉള്ളത്. ഇൻ കേസ് നമുക്ക് സിംഗപ്പൂർ സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ വി റിക്വയർ സിംഗപ്പൂർ വിസ. ഇതിപ്പോൾ സിംഗപ്പൂർ വിസയുടെ ആവശ്യമില്ല, നമുക്ക് എയർപോർട്ട് ഫുള്ള് ചുറ്റിക്കറങ്ങാം. ഈ സിംഗപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയ എയർപോർട്ടാണ്. നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സംഭവങ്ങൾ ആ എയർപോർട്ടിൽ തന്നെ ഉണ്ട്. സോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നമായിരിക്കില്ല. ബിക്കോസ് ഞങ്ങളുടെ കയ്യിൽ ഒരു 8 അവർ ലേ ഓവറാണുള്ളത്. ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഒരു 7 അവേഴ്സ് ലേ ഓവറായി. അതിപ്പം ആ കാണുന്നത് ഇലക്ട്രോണിക് ഇമിഗ്രേഷൻ്റെ കൗണ്ടേഴ്സാണ്. അവിടെ ജസ്റ്റ് പാസ്പോർട്ട് സ്കാൻ ചെയ്താൽ മതി, നമ്മൾ എയർപോർട്ടിൻ്റെ മെയിൻ ഏരിയൻ്റെ ഉള്ളിലോട്ട്. ഇത് വന്നിട്ട് സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ ഒരു ലേ ഔട്ടാണ്. T1, T2, T3 ആൻഡ് T4 കുറച്ച് ദൂരെയാണ് ഉള്ളത്. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി നമുക്ക് ബസ്സിൻ്റെ ആവശ്യം വരും, ഷട്ടിൽ ബസ്സിൻ്റെ ആവശ്യം. ആക്ച്വലി ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 3 മണിക്ക് ആയതുകൊണ്ട് ഞങ്ങളുടെ ഗേറ്റ് ഇനിയും ഡിസ്പ്ലേയിൽ വന്നിട്ടില്ല. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഏത് ടെർമിനൽ 2-ലാണ്, പക്ഷേ ഏത് ഗേറ്റാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. സോ സമയമുണ്ടല്ലോ, അതുകൊണ്ട് വി തോട്ട് വി വിൽ ജസ്റ്റ് എക്സ്പ്ലോർ ദി എയർപോർട്ട്. ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി മേലെ പോയതാണ്, പക്ഷേ എൻ്റെ കയ്യിലുള്ള കാർഡ്സ് അക്സെപ്റ്റബിൾ അല്ല. ഇതൊരു ഓർക്കിഡ് ഗാർഡനാണ്. ഇതിൻ്റെ ഏരിയൽ വ്യൂ ആണ് ഇപ്പം. അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം കേട്ടോ. പല ടൈപ്പ് കളറിലുള്ള ഓർക്കിഡ് ഉണ്ട് അല്ലേ?
സ്ട്രീറ്റ് ഫുഡ് ഏരിയൻ്റെ അടുത്ത് പോയി ഞങ്ങൾ പിന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ദോശ ഇഡ്ഡലി ഓർഡർ ചെയ്ത് കഴിച്ചു. ഇറ്റ് കോസ്റ്റഡ് സംവെയർ അറൗണ്ട് 1200 for ദോശ ആൻഡ് ഇഡ്ഡലി ടുഗെദർ. ഞങ്ങളങ്ങനെ ടെർമിനൽ 2 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എന്നിട്ട് പിന്നെ ടെർമിനൽ 3 സ്കൈ ട്രെയിൻ പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ബട്ടർഫ്ലൈ ഗാർഡനും ഫ്രീ മൂവിയും എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടും ടെർമിനൽ 3 തന്നെയാണ് ഉള്ളത്. ഏകദേശം അറൈവൽ ഇമിഗ്രേഷൻ ഹാൾ ബിയുടെ അടുത്തായിട്ട് വരും. എസ്കലേറ്റർ കയറിയിട്ട് വേണം ബട്ടർഫ്ലൈ ഗാർഡനിലോട്ടേക്ക് പോകാൻ. ഓക്കെ, താങ്ക് യു. ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ അടുത്ത് തന്നെയായിട്ട് അംബാസഡർ ട്രാൻസിറ്റ് ലോഞ്ച് ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. പക്ഷെ അത് കോസ്റ്റ് ആപ്ലിക്കബിളാണ്. ഞാൻ കാർഡിൻ്റെ കാര്യം ചോദിച്ചില്ല, ക്രെഡിറ്റ് കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. ബട്ടർഫ്ലൈ ഗാർഡൻ കുറച്ച് ചൂടുള്ള സ്ഥലമായിരിക്കും കമ്പയർഡ് ടു എയർപോർട്ട്. കാരണം ആ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൻ്റെ വാംത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനകത്തൊന്നും പോകാൻ പറ്റില്ല. അവിടെ ബട്ടർഫ്ലൈ ഗാർഡന് 2 ആക്സസ്സാണ് ഉള്ളത്. ഒന്ന് താഴത്തെ ഫ്ലോർ വഴിയും പിന്നെ ഒന്ന് മേലെ നമ്മൾ വന്ന ഫ്ലോർ വഴിയും. ഒരു 30 minutes എല്ലാം നമുക്ക് ഈ ബട്ടർഫ്ലൈ ഗാർഡനിൽ സ്പെൻഡ് ചെയ്യാം. ഇഫ് യു വോണ്ട് ടു ടേക്ക് പിക്ചേഴ്സ്, ബട്ടർഫ്ലൈസിൻ്റെ പല ടൈപ്പിലുള്ള ബട്ടർഫ്ലൈസിൻ്റെ പിക്ചേഴ്സ് എടുത്തിട്ട് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാം. പിന്നെ അടുത്ത് ഞങ്ങൾ മൂവി തിയേറ്ററിലോട്ടേക്ക് പോയി. അത് ബട്ടർഫ്ലൈ ഗാർഡൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മൂവി തിയേറ്റർ. ആക്ച്വലി ഞങ്ങൾ ആദ്യം കണ്ടില്ല, കാരണം അതൊരു ചെറിയ നാരോ ഏരിയയിലായിരുന്നു ആ മൂവി തിയേറ്ററിൻ്റെ എൻട്രൻസ്.
സോ അത് ഞങ്ങൾ ആദ്യം കണ്ടില്ല. പിന്നെയാണ് ഞങ്ങൾ തിയേറ്റർ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ചത്. അംബാസഡർ ലോഞ്ചിൻ്റെ അടുത്ത് തന്നെയാണ് അംബാസഡർ ട്രാൻസിറ്റ് ഹോട്ടലും ഉള്ളത്. അപ്പം കുറച്ച് കൂടുതൽ സമയം ലേവറുള്ള ആൾക്കാർക്ക് ട്രാൻസിറ്റ് ഹോട്ടലിൽ പോവാം. അങ്ങനെ തിയേറ്ററിൻ്റെ അടുത്തെത്തി. അപ്പം ഞങ്ങൾ പിന്നെ സിനിമ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. They run 6 movies alternatively 24 hours throughout. ഞങ്ങൾ ആക്ച്വലി കുറച്ച് നേരം സിനിമ കണ്ടു. പിന്നെ ഞങ്ങളൊന്ന് കിടന്നുറങ്ങി. ഒരു 1.5 മണിക്കൂറോളം നല്ലോണം തിയേറ്ററിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങി. ചിലവർ തിയേറ്ററിൻ്റെ നിലത്തും കിടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ നോക്കുമ്പം. കാരണം അത് സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പം തിയേറ്റർ കുറച്ച് ഡാർക്കായിരിക്കും. ഓരോരുത്തർ പുതച്ച് കിടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ താഴെ. അങ്ങനെ ഉറക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിയേറ്ററിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പുറത്ത് വന്നപ്പോഴാണ് ഇവിടെ മഴ ആരംഭിച്ചിരിക്കുക. സിംഗപ്പൂർ ക്ലൈമറ്റ് എന്ന് പറയുമ്പം ഹൈലി അൺപ്രഡിക്റ്റബിളാണ്. ബിക്കോസ് എപ്പോഴാണ് മഴ എപ്പോഴാണ് വെയിലെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഞങ്ങൾ പുറത്ത് വന്നപ്പോഴത്തേക്കും ഇറ്റ് വാസ് റെയിനിങ് ഹെവിലി. ബട്ടർഫ്ലൈ ഗാർഡനെല്ലാം നനഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ T3 T2ലാണ് ഞങ്ങളുടെ ഹനോയിലോട്ടുള്ള ഫ്ലൈറ്റ്. സോ T2 ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു. സ്കൈ ട്രെയിനിലായിരുന്നു ഞങ്ങൾ T3 T2 പോയത്. ഞങ്ങൾ ആക്ച്വലി ഈ ജ്വൽ എന്ന് പറഞ്ഞ ഫേമസ് വാട്ടർഫോൾ ഉണ്ടല്ലോ, ഇറ്റ് ഇസ് സിറ്റുവേറ്റഡ് ഇൻസൈഡ് എ മോൾ. ആക്ച്വലി അത് സിംഗപ്പൂർ വിസ ഇല്ലാത്തത് കൊണ്ട് വി കനോട്ട് ഗോ ഔട്ട് ആൻഡ് സീ ദ ജ്വൽ ഡയറക്ട്ലി. സോ ഓൺലി വേ ടു സീ ജ്വൽ വാസ് ടു ഗോ ത്രൂ ദ സ്കൈ ട്രെയിൻ. സോ സ്കൈ ട്രെയിനിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സൈഡിലോട്ട് പാസ് ചെയ്തു. ഫ്രം T3 to T2, T2 to T3, പിന്നെ T3 to T2. സോ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ ജ്വലിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്തത്. പക്ഷേ ഇറ്റ് വാസ് ഫൺ. പക്ഷെ മഴ പെയ്തത് കൊണ്ട് ഗ്ലാസ്സിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഉണ്ട്. സോ വി ഡിഡ്ന്റ് ഗെറ്റ് എ ക്ലിയർ വീഡിയോ ഓഫ് ജ്വൽ. അങ്ങനെ കുറച്ച് നേരത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഫ്ലൈറ്റിന് സമയമായി. സിംഗപ്പൂരിൽ യൂഷ്വലി സെക്യൂരിറ്റി ചെക്ക് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിരിക്കും കേട്ടോ. ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് 1 hour ബിഫോർ ആയിരിക്കും സെക്യൂരിറ്റി ചെക്ക് നടക്കുക.